കുഞ്ഞേ, ഇനി യേശുവിനെ വിട്ടു പോവല്ലേ? പോവോ? ഇല്ല, എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തെ പ്രകീർത്തിക്കത്തക്ക പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലുണ്ടാകും. ഇന്ന് രാവിലെ കാര്യങ്ങളൊക്കെ മാറിപ്പോവാ. ദൈവത്തിന്റെ വേലയുടെ ഭാഗമായി നിൽക്കത്തക്ക പോലെ നിങ്ങളുടെ കൂടാരത്തെ ആദരിക്കാൻ പോവാ. കണ്ടപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഈ 3 കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ഇവര് 3 പേരും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ പോവാ. മക്കളെ, നീ ഒരു മിഷണറി ഡോക്ടറായിട്ട് മാറും. യേശുവിന്റെ നാമത്തെ പ്രകീർത്തിക്കത്തക്ക പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലുണ്ടാകും. ഇന്ത്യയിലെ എക്സാം എഴുതിയിട്ട് നീ പാസ്സാവും. നിനക്ക് വിശ്വാസമുണ്ടോ? പാസ്സാവോ? ആ, നമ്മൾ എന്നാ എക്സാം എഴുതുന്നേ? ജനുവരി പാസ്സായിട്ടുണ്ട്. രാമീ മറ എടി, ജേർണലിസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താന്നോ? ഇപ്പൊ ഒരു ചെറിയ കൺഫ്യൂഷൻ ആണോ? ഒരു കൺഫ്യൂഷൻ വേണ്ട. എവിടാ വർക്ക് ചെയ്യുന്നേ ഇപ്പോ? ഏതിനകത്താ? കണ്ടന്റ് റൈറ്ററാ? ആ, നല്ലതായിട്ട് റൈറ്റ് ചെയ്യും. തുടങ്ങിക്കോളുക, എഴുത്തങ്ങോട്ട് തുടങ്ങിക്കോളുക. കണ്ട് ഇവര് 3 പേരും അങ്ങ് അനുഗ്രഹിക്കപ്പെടും. ഒരു തൂതൂടെ പറയുക, അങ്കമാലിയിലുണ്ടല്ലോ വീട്ടില്, അവിടെ ഒരു ദൈവപ്രവൃത്തി ചലിക്കാൻ പോവാ. എതിർത്ത ആളുകളുടെ നടുവിൽ ഒരു ദൈവത്തിന്റെ കരുതല് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോവാ. വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒത്തിരി ആളുകൾ അതിനോട് കേട്ടോ ഇല്ലാതാക്കി കളയാ. ഇവിടം വരെ വരുമെന്ന് വിചാരിച്ചല്ല, ഇവിടം വരെ കൊണ്ടുവരാനിരിക്കാനുള്ള സകല പണിയും പിശാച് നോക്കിയതാ. അത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ട് ചെയ്ത പണിയാ. പക്ഷെ ദൈവം എന്നോട് പറയുക, ഇന്ന് രാവിലെ കാര്യങ്ങളൊക്കെ മാറിപ്പോകാൻ പോവാ. ദൈവത്തിന്റെ വേലയുടെ ഭാഗമായി നിൽക്കത്തക്ക പോലെ നിങ്ങളുടെ കൂടാരത്തെ ആദരിക്കാൻ പോവാ. വിളിച്ചപ്പോ ഒരു 3-4 കാര്യങ്ങൾ കണ്ടു. എടി, എത്ര വയസ്സായി? 14 വയസ്സ്. ആ, നമ്മൾ എക്സാം എഴുതും, ജനുവരി പാസ്സാവും. പിന്നെ അനിയനില്ലയോ? അനിയൻ നമ്മുടെ കൂടെ വരും. രാമേൻ പറ. ഭയങ്കര എതിർപ്പാ, ഇഷ്ടമില്ലാത്ത നിങ്ങളെ 2 പേരെ ഇഷ്ടമല്ല. അല്ല, കാരണക്കാരി നിങ്ങളാന്നാ പറയുന്നേ. പക്ഷെ എന്നോട് ദൈവം പറയുവാ, ഇന്ന് രാവിലത്തെ ആരാധനയിൽ തമ്പുരാൻ ആ മനസ്സ് മാറ്റാൻ പോവാ. ദൈവം അവിടോട്ട് ഇറങ്ങിച്ചെല്ലാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് മമേ, ഈ 3 പേരും നമുക്ക് ബ്ലെസ്ഡ് ആയിരിക്കും. 3 കുഞ്ഞുങ്ങളും. ഈ ബിടെക്കുകാരെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അവക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യം. അവക്കും എടേ ഇവിടെ നോക്ക, യേശുവിന് വേണ്ടി ജീവിക്കുമല്ലോ. നിന്നെ കുറിച്ച് അവർക്കൊരു ഭാരമുണ്ട്. ശരിക്കും ഇവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് മാറുവാള്. ഇവളെ യേശുവിന്റെ ആളാവും. അവൾ ഓസ്ട്രേലിയയിൽ പോകും. ഒരു രാജ്യം വരെ ചെന്ന് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അവിടെ നിൽക്കും. കൈയടിച്ച് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് ഉയർത്തിക്കോ. നീ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്ത് ദൈവത്തിന്റെ രാജ്യത്തെ ഉയർത്തത്തക്ക പോലെ നിന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങി വരും. നീ അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി കൊണ്ടുവരാൻ ദൈവം നിനക്ക് അഭിഷേകവും ദൈവകൃപയും ഒക്കെ ഇന്ന് രാവിലെ നൽകി തരുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോടൊരു ദൂതായിട്ട് ഇടപെടുക. കുഞ്ഞേ, ഇനി യേശുവിനെ വിട്ടു പോവല്ലേ? പോവോ? ഇല്ല, നീ എഴുന്നേറ്റ്. രാവിലത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം അത് പൊട്ടിച്ചു കളയും. ഒരു കാര്യം കൂടി, ദൈവത്തിന് വേണ്ടി നിന്നോണം. നിൽക്കുമല്ലോ, ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണം. അതിനാ വിളിച്ചേക്കുന്നത്. എടി, മിഷണറി ഡോക്ടർ ആവണം. വേണ്ടായോ? MD എടുക്കും. എവിടെ പോയി എടുക്കും അറിയില്ലേ? പുറത്തു പോയി എടുക്കൂടി. അതാ യേശു പറയുന്നത്. ഒരു രാജ്യത്തിന്റെ എക്സാം എഴുതും.
അത് പാസ്സാവും. അവിടെ പോയിട്ട് നമ്മൾ MD എടുക്കും. കൈയടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ദൈവത്തിന്റെ പ്രവർത്തികൾ ഉണ്ടാകും. അത് തടയാൻ പിശാച് നോക്കുന്നേ. പക്ഷെ ഇന്ന് രാവിലെ തടഞ്ഞതെല്ലാം മാറിപ്പോകും. കൈയടിച്ച യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച്, ഇത് ദൈവത്തിന്റെ നിർണായക സമയം. ദൈവരാജ്യം നിങ്ങൾക്ക് വേണ്ടി വരികയാ. ദൈവത്തോട് ചോദിച്ചതിനല്ല ഇന്ന് രാവിലെ ദൈവം ഉത്തരവാ പറയുന്നത്. ആര് ശ്രമിച്ചാലും തകർന്നു പോവില്ല. ഇല്ല, ഇത്രയും നടത്തിയ ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾ നടത്തും. ഞാൻ ഈ പറഞ്ഞ ആള് ദൈവത്തിലേക്ക് വരും. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കും. സഭ കൈ നിങ്ങൾ പോയിരുന്നോ? പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരന ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരന ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരന ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരന ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ, വീരന ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൽ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൽ രാജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, ഓ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. വന്ധ്യനുമായോനെ ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ആദ്യനുവന്ധ്യനുമായോനെ ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ആദ്യനുവന്ധ്യനുമായോനെ ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ. ആ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന, ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ ഹോശന. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഹോശന, യേശുവേ. ഹല്ലേലൂയ ഹോശന, ഹോശന, ഹല്ലേലൂയ ഹോശന, ഹല്ലേലൂയ
സ്വരത്താൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ